പ്രസവിച്ചതിൻ്റെ ആദ്യ കാലങ്ങളിൽ ഈ ഒരു 2 മണിക്കൂറിൻ്റെ കാലാവധി നമ്മൾ നിർബന്ധമായും നോക്കണമെന്നുണ്ടെങ്കിലും കുഞ്ഞിന് വളർച്ച നടന്നു വരുന്ന പ്രായം കൂടുന്നതിനനുസരിച്ച് ക്രമത്തിൽ ഇതിന് അളവിൽ വ്യത്യാസം വരുത്താവുന്നതാണ്. നമ്മൾ ഒരു 2 മാസം 3 മാസമൊക്കെ പ്രായമാകുമ്പോഴേക്കും കുഞ്ഞ് ക്രമത്തിൽ എന്താ പറയുക, അവൻ്റെ കഴുത്തുറക്കലും അമ്മയെ നോക്കി ചിരിക്കലും മുതലായ വളർച്ചയുടെയും വികാസത്തിൻ്റെയും ഘട്ടങ്ങൾ കാണിച്ചു തുടങ്ങും. ഒരു 4 മാസമൊക്കെ ആകുമ്പോഴേക്കും കുഞ്ഞ് മെല്ലെ കമിഴ്ന്ന് വീഴുകയും ഒരു 6 മാസമൊക്കെ ആകുമ്പോഴേക്കും കുഞ്ഞിന് ക്രമത്തിൽ പല്ല് വന്നു തുടങ്ങുകയും ചെയ്യും. ഈ പല്ല് വന്നു തുടങ്ങുന്ന അവസരത്തിൽ മുതലാണ് നമ്മൾ ആ കുട്ടിക്ക് കട്ടി ആഹാരം കൊടുത്തു തുടങ്ങേണ്ടത്. പലപ്പോഴും നമ്മൾ കരുതാറുണ്ട് കുട്ടിക്ക് 6 മാസമായി ഇനി ചോറൂണ് നൽകാം എന്നുള്ള കാര്യത്തെപ്പറ്റി. പക്ഷേ ഒരു മാസം തികയാണ്ടുണ്ടായൊരു കുഞ്ഞാണെങ്കിലോ ഒരു ഭാരക്കുറവുള്ള കുഞ്ഞാണെങ്കിലോ ഒക്കെ നമ്മൾ ഈ രീതിയിൽ കേവലം അയാളുടെ ക്രോണോളജിക്കൽ ആയിട്ടുള്ള പ്രായം വെച്ച് മാത്രമുള്ള അയാളെ നോക്കിയിട്ട് അയാൾക്ക് ചോറൂണ് നൽകാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ കുട്ടിക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന വയറുവേദന പോലെയും വൈകുന്നേരങ്ങളിൽ ഉണ്ടാകുന്ന ഈവനിങ് കോളിക്ക് മുതലായ ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പല്ല് വന്ന് തുടങ്ങുന്ന സമയത്താണ് കുട്ടിക്ക് മുലപ്പാലിന് ക്രമത്തിൽ, ഈ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, ക്രമത്തിൽ എന്ന് ഞാൻ പറയാൻ കാരണം അവനൊരു 6-7 മാസമായി മുലപ്പാൽ മാത്രം ശീലിച്ചൊരു കുഞ്ഞാണല്ലേ. ആ കുഞ്ഞിന് പെട്ടെന്നൊരു പുതിയ ആഹാരം കൊടുക്കുന്ന സമയത്ത് അയാളുടെ വയറിൽ അത് അഡ്ജസ്റ്റഡ് ആവാൻ സമയം പിടിക്കും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു നേരത്തെ മുലപ്പാൽ മാറ്റി കട്ടിയാഹാരമാക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ കുട്ടിക്ക് നേരത്തെ പറഞ്ഞതുപോലത്തെ ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടൊരു കുറുക്ക് കൊടുക്കുന്ന സമയത്ത് ഈ പറഞ്ഞ രാവിലെ പരമാവധി പുതിയ ഒരു ആഹാരം കുട്ടിക്ക് കൊടുക്കുമ്പോൾ അത് രാവിലെ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 10 മണി 11 മണി സമയമാണ് ഏറ്റവും അഭികാമ്യമായ സമയം. നമ്മൾ പലപ്പോഴും കുറുക്കൊക്കെ കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുക വൈകുന്നേരങ്ങളായിരിക്കും. വൈകുന്നേരങ്ങൾ ഒരു കാരണവശാലും ഒരു പുതിയ ആഹാരം ഒരു കുട്ടിക്ക് കൊടുക്കാൻ പാടുകയില്ല. പരമാവധി രാവിലെ കൊടുക്കുകയാണ് ആ കുട്ടിയുടെ ഈ പറഞ്ഞ വയറുവേദന പോലത്തെ ഉപദ്രവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയും നമുക്കൊരു പക്ഷേ ആ കുട്ടിയെ ഒബ്സർവ് ചെയ്യാനുള്ള സ്പേസ് കൂടി കിട്ടുകയാണ് ചെയ്യുന്നത്. ആയുർവേദത്തിൽ പറയുന്നുണ്ട്, ഒരു ദിവസം നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരീരത്തിലെ വിശപ്പിന് ഏറ്റവും ബലമുള്ള സമയം ഈ രാവിലത്തെ സമയമാണ്. അപ്പോൾ ഒരു 10-11 മണിയാവുന്ന സമയത്ത് നമുക്കത് കൊടുക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കുട്ടിയെ ഒന്ന് ഒബ്സർവ് ചെയ്യാനും മാത്രമല്ല നേരത്തെ പറഞ്ഞ ഉപദ്രവങ്ങളില്ലെന്ന് ഉറപ്പിക്കുവാനും നമുക്ക് സാധിക്കുന്നതാണ്. ഈ കുട്ടി വളർന്ന് വലുതാവുന്നതനുസരിച്ച് ക്രമത്തിൽ നമുക്ക് കട്ടിയാഹാരങ്ങൾ കൊടുക്കുകയും ആ കട്ടിയാഹാരം കുട്ടി കഴിക്കുന്നതോടൊപ്പമാണ് കുട്ടിക്ക് പല്ല് മുളച്ച് പുറത്തേക്ക് വരികയും ചെയ്യുന്നത്. ഒരു വയസ്സൊക്കെ ആകുമ്പോഴേക്കും കുട്ടി പിടിച്ച് നിൽക്കേണ്ട പ്രായമൊക്കെ ആവും അല്ലേ. പിടിച്ച് നിൽക്കേണ്ട പ്രായമൊക്കെ ആകുമ്പോഴേക്കും അയാളുടെ ബോഡിയുടെ ആവശ്യങ്ങൾ വ്യത്യാസപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആവശ്യങ്ങൾ വ്യത്യാസം വരുന്ന സമയത്ത് ചിലപ്പോൾ മുലപ്പാൽ കൊണ്ട് മാത്രം അതിനെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ അവിടെ കൂടുതൽ കട്ടിയ ആഹാരവും അതിനകത്ത് ധാന്യങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള അയേൺ വരുന്ന കണ്ടൻറ്റ് വരുന്ന സാധനങ്ങളൊക്കെ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. ഈ സമയത്ത് മുലപ്പാലിൻ്റെ അളവ് ക്രമത്തിൽ കുറച്ച് കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ കുട്ടിയുടെ വിശപ്പ് മാറുന്നുണ്ടാവുമായിരിക്കും, പക്ഷേ അവൻ്റെ ആവശ്യങ്ങൾ ബോഡി ഡിമാൻഡ്സ് മീറ്റ് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് രക്ഷിതാക്കൾ നിർബന്ധമായും ഈ ഒരു 1-1.5 വയസ്സാകുമ്പോഴേക്കും മുലപ്പാൽ കൊടുക്കുന്ന അളവ് ക്രമത്തിൽ കുറച്ച് കൊണ്ടുവരികയും ഒരു 2 വയസ്സോടുകൂടി തന്നെ ഈ മുലപ്പാൽ കൊടുക്കുന്ന മെല്ലെ ഏറെക്കുറെ നിർത്തുകയും ചെയ്യുക തന്നെ വേണം. ആദ്യം ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കുഞ്ഞിനൊരു ആഹാരം മാത്രമല്ല മുലപ്പാൽ എന്ന് പറയുന്നത്, അമ്മയുമായിട്ടൊരു ബോണ്ടിങ്ങും കൂടിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ബോണ്ടിങ് കൂടി ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് 6 മാസം വരെ മുലപ്പാൽ കൊടുക്കുകയും പെട്ടെന്ന് നിർത്തുകയും ചെയ്യുന്ന സമയത്ത് അയാൾക്ക് ഉണ്ടാകുന്നൊരു എന്താ പറയുക, ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അപ്പോൾ സാധാരണഗതിയിൽ ഈ പറഞ്ഞ ആഹാരത്തിൻ്റെയോ വയറിൻ്റെ അസുഖത്തിൻ്റെയോ കാര്യം വെച്ച് മാത്രമല്ല അയാളുടെ മാനസികമായിട്ടുള്ള വളർച്ചയെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ക്രമത്തിൽ മുലപ്പാലിന് കട്ടിയ ആഹാരത്തിലേക്ക് മാറ്റിക്കൊണ്ടുവരുന്നത് നമ്മൾ പറയുന്നത്. കുഞ്ഞുങ്ങൾക്ക് നമ്മൾ സുവർണപ്രാശനം എന്ന് പറഞ്ഞും ഉരമരുന്നെന്ന് പറഞ്ഞൊക്കെ ഒരുപാട് മരുന്നുകൾ ഒരു പക്ഷേ രക്ഷിതാക്കൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ വാങ്ങി നൽകുന്നതായിട്ട് പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽ കാണാറുണ്ട് രോഗികൾ വന്ന് പറയുന്ന സമയത്ത്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഒരു വ്യക്തിയെ ആശ്രയിച്ചുള്ള ശാസ്ത്രമാണ് ആയുർവേദം. അതിലിപ്പോൾ ഉരമരുന്നാവട്ടെ സുവർണപ്രാശനമാവട്ടെ ചിലപ്പം ആ കുഞ്ഞിന് കൊടുക്കേണ്ട രീതിയിലൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഏറ്റവും ഫലപ്രദമായത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഒരു മരുന്ന് കുഞ്ഞിന് നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുന്നതിനേക്കാളും മുന്നേ ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം അതിൻ്റെ അളവും അതിൻ്റെ ഏത് കമ്പനിയിൽ നിന്ന് ഞാൻ വാങ്ങണം എന്നുള്ളതും എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതും എത്ര അളവിൽ കൊടുക്കണം എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കുള്ളൂ. രക്ഷിതാക്കൾ പലപ്പോഴും ചോദിക്കാറുള്ള മറ്റൊരു സംശയമാണ് ഉരമരുന്ന് കൊടുക്കണോ തങ്ങളുടെ കുട്ടിക്ക് എന്നുള്ളതാണ്. ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് കമ്പനികൾ ഉരമരുന്ന് ഉണ്ടാക്കുന്നുണ്ട്. ആ പേരിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, ഉരച്ചു കൊടുക്കുന്ന മരുന്നാണ് ഉരമരുന്ന് എന്നുള്ളത്. ഏതൊരു മരുന്നാണോ നമ്മൾ ഉരച്ചു കൊടുക്കുന്നത് ആ മരുന്ന് നമുക്ക് ഉരമരുന്നെന്ന് പറയാം. അപ്പോൾ അതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, ഈ പറഞ്ഞ നമ്മൾ കൊടുക്കുന്ന ഏത് മരുന്നാണെങ്കിലും അതൊരു ഗുളിക രൂപത്തിലാവണമെന്നില്ല. നമുക്ക് മാർക്കറ്റിൽ നിന്ന് ലഭ്യമായിട്ടുള്ള ഉണക്ക മരുന്നുകളുടെ രൂപത്തിലാണെങ്കിൽ പോലും നമ്മൾ ഉരച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഉരമരുന്നെന്ന് പറയാം. പക്ഷേ ഇതിൽ പലപ്പോഴും ഒരു അബദ്ധം സംഭവിക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ ഉരമരുന്നിൻ്റെ സങ്കല്പത്തെപ്പറ്റി മനസ്സിലാക്കാതെ വെറുതെ കടകളിൽ നിന്ന് പോയിട്ട് ഉരമരുന്ന് പോലത്തെ പല കമ്പനികൾ ഉണ്ടാക്കുന്ന, നേരത്തെ ഞാൻ പറഞ്ഞ പോലത്തെ കമ്പനികൾ നിർമ്മിക്കുന്ന ഉരമരുന്ന് ഗുളികകൾ വാങ്ങി കൊടുക്കുന്നത് മൂലം ഒരു പക്ഷേ കുട്ടിക്ക് ഗുണത്തേക്കാളേറെ ദോഷമുണ്ടാകാനുള്ള സാധ്യതയും നമ്മൾ മറന്നു പോകാതിരിക്കുക.
ഉരമരുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 16 മുതൽ 18 കൂട്ടം വരെ മരുന്നുകളുടെ ഒരു ഗ്രൂപ്പ്. ആ കൂട്ടം മരുന്നുകൾക്കകത്ത് നിന്ന് ഓരോ മരുന്നും ഓരോ പ്രാവശ്യം ഉരച്ച് യുക്തമായിട്ടുള്ള അതിൻ്റെ കൂടെ ചേർക്കേണ്ട ദ്രവ്യങ്ങൾ, അത് മുലപ്പാലാവാം, ചിലപ്പോൾ നെയ്യാവാം, തേനാവാം, ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നൊരു സമ്പ്രദായം പണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ആ ഒരു പേരിനാണ് നമ്മൾ ഉരമരുന്ന് എന്ന് പറയുന്നത്. എന്നാൽ അത് ചുരുങ്ങി ഇന്ന് 2-3 മരുന്നുകൾ മാത്രം ചേർത്ത് തയ്യാറാക്കുന്ന ഉരമരുന്ന് ഗുളികകളിലേക്ക് നമ്മൾ ലോപിച്ചിരിക്കുന്ന സമയത്ത്, അന്ന് പറഞ്ഞ സങ്കല്പത്തിൽ നിന്ന് മരുന്നുകൾ ലഭ്യമാവാതെയും കൂടി ഇരിക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ വേണ്ട ഗുണം എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല ഉരമരുന്ന് കൊടുക്കുന്ന സമയത്ത്. അതുകൊണ്ട് ഉരമരുന്നല്ല, ഏത് മരുന്ന് കുഞ്ഞിന് കൊടുക്കുന്നതിനേക്കാളും മുന്നേയും നിശ്ചയമായും ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം, തങ്ങളുടെ കുട്ടിക്ക് പറ്റിയ മരുന്നാണെന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം ഇത്തരം സമ്പ്രദായങ്ങൾ സ്വീകരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക തന്നെ ചെയ്യണം. കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ ചർച്ച ചെയ്തല്ലേ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും പറയാനുണ്ട്. മറ്റൊരു അവസരത്തിൽ ഇതുപോലെ നമുക്ക് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.